ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെയിൽ സ്റ്റോൺ ചുറ്റുപാടുകളൊക്കെ ആയിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ആദ്യം മനുമോളെ ഡ്യൂട്ടിക്ക് ആക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെയിൽ സ്റ്റോൺ ഹോസ്പിറ്റലിലേക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് റെയിൽ സ്റ്റോൺ ഹോസ്പിറ്റലിൻ്റെ ഒരു സൈഡാണ്. റെയിൽ സ്റ്റോൺ ഹോസ്പിറ്റലിലേക്ക് തിരിഞ്ഞ് കയറി അവളെ ഡ്യൂട്ടിക്ക് ആക്കിയിട്ട് നമുക്ക് റെയിൽ സ്റ്റോൺ ടൗൺ എന്ന് വെച്ചാൽ വലിയ ടൗണൊന്നല്ല, ചെറിയൊരു ടൗണാണ്. ടൗണൊക്കെ കണ്ട് നേരെ കാൻഡൂസിലേക്ക് വരാം. ഇതാണ് റെയിൽ സ്റ്റോൺ NPS, റെയിൽ സ്റ്റോൺ ഹോസ്പിറ്റൽ. ചെറിയ ഹോസ്പിറ്റലാണ്, വലിയ ഹോസ്പിറ്റലൊന്നുമല്ല, നല്ലൊരു ഹോസ്പിറ്റലാണ്. സ്റ്റാഫാണെങ്കിലും ഒക്കെ എല്ലാവരും നല്ല ക്യാരക്ടറാണ്. എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടോ മനു നല്ല ഹാപ്പിയോട് കൂടിയാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. കാരണം എല്ലാവരുമായിട്ട് ഭയങ്കര ജോലിയാണ്, വലിയ തിരക്കില്ല, കുഴപ്പമില്ല. പേഷ്യൻസ് ആണെങ്കിലും എല്ലാവരും നല്ല കമ്പനിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ റെയിൽ സ്റ്റോൺ ടൗണിലേക്ക് പോകാൻ കേട്ടോ. ഇത് അധികം പോപ്പുലേഷനൊന്നുള്ളൊരു സ്ഥലമല്ല, ഒരു ഹെവനാണ് ശരിക്കും, നല്ലൊരു ഹെവൻ. നമ്മുടെ നാട്ടിൽ മൂന്നാർ പോലത്തെ ഒരു സ്ഥലം, നല്ല മഞ്ഞും അതേപോലെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. വലിയ വലിയ വീടുകളൊന്നുമില്ല, കൊച്ചു കൊച്ചു വീടുകളും. അതേപോലെ നല്ല ഇച്ചിരി പ്രായമുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. വഴിയൊക്കെ ആണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ആരും ഇവിടെ നിയമങ്ങളൊന്നും തെറ്റിച്ച് വണ്ടി ഓടിക്കത്തില്ല. ഇവിടെ 50 കിലോമീറ്റർ സ്പീഡാണ് ഇവിടെ ബോർഡ്. ആ 50 കിലോമീറ്റർ സ്പീഡിലേ ഓടിക്കുള്ളൂ. അതൊക്കെ അതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വഴിയാണെങ്കിൽ നോക്കി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് പെർഫെക്റ്റ് വഴിയല്ലേ. ഇതൊരു പള്ളിയാട്ടോ ലെഫ്റ്റ് സൈഡിൽ കണ്ടത്, ഇംഗ്ലീഷ് പള്ളിയാണ്. പിന്നെ ഇവിടെ നമ്മുടെ മലയാളം പള്ളി ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ ദൂരം, പിന്നെ ഒരു 1.25 മണിക്കൂർ ദൂരത്തിൽ, അങ്ങനെ 2 പള്ളികളാണ് മലയാളം കുർബാനയുള്ളതുള്ളത്. കണ്ട ഇവിടുത്തെ വീടുകൾ എന്ന് പറഞ്ഞാൽ കൊച്ചു വീട്, നല്ല ഭംഗിയുള്ള വീടുകളാണ്. 2 നിലയുള്ള വീടുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് ഇവിടെ നിന്ന് ടൗണിൽ തുടങ്ങുകയാണ്. ഇത് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ പോലീസ് സ്റ്റേഷനാണ്. പക്ഷെ നമുക്കത് പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നില്ല, ബോർഡ് മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ ടൗണിലേക്ക് എത്തുന്നു. ടൗൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടൗണൊന്നല്ല, കാമാൻ ക്വയറ്റ് സുന്ദരമായ ഒരു ടൗൺ. പബ്ബുകളും കോഫി ഹൗസുകളും ബാർബർ ഷോപ്പുകൾ, ജിമ്മുണ്ട്, ചെറിയ കൊച്ചു ഷോപ്പുകൾ, ടീ ഷോപ്പുകളൊക്കെ ഉണ്ട് ഒത്തിരി കേട്ടോ. അധികം വണ്ടികളൊന്നുമില്ല. കാരണം ഇവിടെ 5 മണി ആകുമ്പോഴേക്കും ഇതൊക്കെ അടച്ചു പോകും. ഞങ്ങളപ്പോൾ ഒരു 5 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. കാരണം അധികം ട്രാഫിക്കോ കാര്യങ്ങളോ, വലിയ ട്രാഫിക്കൊന്നും ഇവിടെ ഉണ്ടാവാറില്ല, എങ്കിലും ഉള്ള ട്രാഫിക്കിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മണിക്ക് ശേഷം ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. 5 മണിക്ക് എല്ലാ കടകളും ക്ലോസ് ചെയ്തു. ഇതൊരു ചൈനീസ് ഹോട്ടലാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലൊരു പള്ളി. നമ്മൾ തിരിച്ച് ഇനി കാൻഡൂസിലേക്ക് പോകാം കേട്ടോ. ഇത്രേ ഉള്ളൂ ടൗൺ. റെയിൽ സ്റ്റോൺ ടൗൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, കൊച്ചു ടൗണാണ്. അതൊരു പബ്ബാണ്, ഇതൊരു ബാർബർ ഷോപ്പ്. അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട ഉള്ള ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മലയാളി ഫുഡ് സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടുന്ന ഷോപ്പില്ല, എങ്കിലും പച്ചക്കറി സാധനങ്ങളൊക്കെ കിട്ടും. IGA എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ വലിയതുള്ളത്. പിന്നെ ഈ കാണുന്ന പമ്പുകളിലൊക്കെ ചെറിയ കൊച്ചു സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അതിനകത്ത് അത്യാവശ്യം പാലും ചോക്ലേറ്റ്സ്, ബ്രെഡ് അങ്ങനെയൊക്കെയുള്ളതൊക്കെ കിട്ടും. കണ്ട ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് മരത്തിൻ്റെ ഇലകളൊക്കെ പോയി നിൽക്കുകയാണ്. സമ്മർ ആകുമ്പോഴേക്കൊക്കെ തിരിച്ചു വരും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്, പൂവൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും. പിന്നെ 5 മണി കഴിഞ്ഞാൽ ഇതേപോലെ റോഡും പരിസരങ്ങളൊക്കെ വിജനമായിരിക്കും. എല്ലാവരും വീട്ടിൽ കയറും. ഇംഗ്ലീഷുകാരാണെങ്കിൽ അവർ 5 മണിക്ക് കയറി 5:30 6 മണിക്കുള്ളിലായിട്ട് ഫുഡൊക്കെ കഴിച്ച് അവർ നേരത്തെ കിടക്കും. പിന്നെ ഇതേപോലെ തേരാപാര നടക്കുന്നത് നമ്മളൊക്കെയാണ് മലയാളികൾ. പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ആകെ 3 മലയാളി ഫാമിലീസായിട്ട് ഉള്ളൂ. ഈ റെയിൽ സ്റ്റോൺ കാൻഡൂസിൽ 3 മലയാളി ഫാമിലി ഉള്ളൂ. പക്ഷേ എല്ലാ ഇംഗ്ലീഷുകാർക്കും നമ്മളോട് ഭയങ്കര സ്നേഹവും ഒക്കെ കേട്ടോ. നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും എല്ലാം ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ് ഇവിടെ. ഇത് പിന്നെ ഇവിടെ പഴയ വീടുകളൊന്നും അങ്ങനെ പൊളിച്ച് പണിയാനൊന്നും സമ്മതിക്കില്ല, ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ എല്ലാവരും കൊണ്ട് നടക്കാണ് വീടുകൾ. പിന്നെ പുതിയ വീടുകൾ പണിയുന്നത് മാത്രമാണ് ഒരു പുതിയ സ്റ്റൈലിൽ പണിയുന്നുള്ളൂ. പഴയ വീടുകൾ അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതുകൊണ്ട് ഇത് നോക്കിയാൽ അടിപൊളി വീടല്ലേ അത്.
ചില സ്ഥലത്ത് അങ്ങനെ ആ ഭൂമിയുടെ ലെവലനുസരിച്ച് പണിയുമ്പോൾ അടിയിൽ അവർ എന്താ പറയുക മരമൊക്കെ വെച്ച് പൊക്കി അങ്ങനെ ഒരു സെറ്റപ്പിലാണ് പണിയുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഉള്ളിൽ ഒരു റെസിഡൻസ് ഏരിയയിൽ പോയിട്ട് ഇതേ തിരിച്ച് മെയിൻ റോഡിലോട്ട് കയറി നമ്മൾ നേരെ കാണ്ടൂസിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ദൂരമുണ്ട് കാണ്ടൂസിലേക്ക്. ഹോസ്പിറ്റൽ റെയിൽ സ്റ്റോണിലാണ്. പക്ഷേ ഇതാണ്ടല്ലേ ഈ കാണുന്നത് റെയിൽ സ്റ്റോൺ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ നേരത്തെ പോയ. ഇനിയിപ്പോൾ കാണ്ടൂസിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട് കാണ്ടൂസിലേക്ക്. ഞങ്ങൾ താമസിക്കുന്നത് കാണ്ടൂസിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ രാത്രി ഇതിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒത്തിരി സൂക്ഷിക്കണം. നമ്മുടെ കങ്കാരുച്ചേട്ടന്മാർ ഇതിലേക്ക് വട്ടം ചാടാനായിട്ടുള്ള ചാൻസുകളുണ്ട്. സൈഡിൽ കിടക്കുന്നുണ്ട്, വണ്ടി ഇടിച്ച് കിടക്കുന്നുണ്ട്. എന്തായാലും ഞാനത് കാണിക്കുന്നില്ല. അത് കാണിക്കാൻ ഇവിടെ കുഴപ്പമുണ്ടോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വണ്ടി ഇടിച്ച് ചത്ത് കിടക്കുന്ന കങ്കാരുവിനെ കാണിക്കുന്നില്ല. ഉണ്ട് ഈ സൈഡിൽ കൂടെ കാണാം നമുക്ക് വണ്ടിയിൽ. അത് ഈ നൈറ്റിൽ വണ്ടിയുടെ വെട്ടം കാണുമ്പോൾ ചേട്ടന്മാർ വണ്ടിയുടെ വെട്ടത്തേക്ക് എടുത്ത് ചാടും. അപ്പോൾ അങ്ങനെ വണ്ടിയുടെ അടിയിൽപ്പെട്ട് തീരുമാനമാവും. അങ്ങനെ റോഡ് സൈഡിൽ കാണാം നേരമ്പലത്ത് വരുമ്പോൾ. ഇത് നോക്കിക്കോട്ടോ, ഇതിപ്പോൾ ശരിക്കും നമ്മുടെ മൂന്നാർ പോലെ തന്നെ 2 സ്ഥലം. അത് കാലത്ത് മനുവിന് ഡ്യൂട്ടിക്ക് മോർണിംഗ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ആക്കാൻ വരുമ്പോൾ കാണാം കേട്ടോ. ശരിക്കും നല്ല മഞ്ഞായിട്ട് നമ്മൾ എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മൂന്നാറിൽ നമ്മൾ കാലത്ത് എണീറ്റ് റിസോർട്ടൊക്കെ എടുത്തിട്ട് താമസിച്ചിട്ട് കാലത്തിൻ്റെ റിസോർട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ട് നോക്കുമ്പോൾ ആ ഒരു ഫീലാണ് ഇവിടെ ശരിക്കും. ഇത് 100 കിലോമീറ്റർ സ്പീഡുള്ള ഒരു വഴിയാട്ടോ. അപ്പോൾ ഇച്ചിരി അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ അത്രയും ക്ലാരിറ്റിയെ കാണത്തുള്ളൂ. എങ്കിലും നോക്കിയാൽ കണ്ടാലോ, അവിടെ മലകൾ, അവിടെ ചെറുതായിട്ടൊരു കൊക്ക പോലെയൊക്കെയുള്ളൊരു സംഭവങ്ങൾ, അങ്ങനെ നല്ല ഭംഗിയാണ്. ആദ്യം ഞങ്ങൾ റെയിൽ സ്റ്റോൺ എന്നൊക്കെ കേട്ട് ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ പോപ്പുലേഷൻ കുറവാണ്, എങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണോ എന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടുത്തെ ഇംഗ്ലീഷുകാർ. പിന്നെ ഇപ്പോൾ ഇവിടെ അങ്ങനെ അധികം ഇംഗ്ലീഷുകാരല്ലാത്ത ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. നമ്മൾ മലയാളീസ് ഞങ്ങൾ ഈ 3 ഫാമിലിയേ ഉള്ളൂ. അത് പിന്നെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നമ്മളോട് ഒരു ഭയങ്കര സ്നേഹം കൂടിയാണ്. ഇവിടെ വലിയ കമ്പനികളോ വെയർ ഹൗസുകളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടാണ്, ഇരുട്ടായി തുടങ്ങിയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നിറയെ ആടുകളെ കാണാം, പശുക്കളെ കാണാം. ഇനിയിപ്പോൾ ഇവിടുന്ന് 80 കിലോമീറ്റർ സ്പീഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ 80 കിലോമീറ്റർ സ്പീഡിലേക്ക് ആവും നമ്മൾ. അത് ഒരാളും ആ നിയമം തെറ്റിക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ വണ്ടി ഓടിച്ചിട്ട് നാട്ടിൽ വന്ന് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് തലയ്ക്ക് വരാൻ തുടങ്ങും. ഇവിടെ സത്യം പറഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് ഓണുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല, അടിക്കുന്നില്ല, ഒരാൾ പോലും അടിക്കത്തില്ല. പിന്നെ അതുകൊണ്ട് ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ പാർക്കുകളും ടോയ്ലറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ വഴി കൂടെ പോകുമ്പോൾ റെസ്റ്റ് എടുക്കാനായിട്ട് ആയിട്ടുള്ളത്. ഇത് ഗ്രൗണ്ടാണ്, നമ്മുടെ ഗോൾഫിൻ്റെ ഗ്രൗണ്ടാണ് കണ്ടത്. ഇത് കാണ്ടൂസ് ഹോട്ടലാണ്. അതേപോലെ ഇതൊരു നമ്മുടെ ഒരു ഇന്ത്യൻ്റെ പമ്പാട്ടോ, പെട്രോൾ പമ്പാണ്. ഈ ഇറങ്ങി ചെല്ലുന്നിടത്ത് റൈറ്റ് സൈഡിൽ കാണ്ടൂസിൻ്റെ പോലീസ് സ്റ്റേഷൻ. ഇനി നമ്മൾ പയ്യെ കാണ്ടൂസ് ടൗണിലോട്ടേക്ക് പയ്യെ തിരിഞ്ഞ് കയറാണ്. കാണ്ടൂസ് ടൗൺ എന്ന് പറയുമ്പോൾ ആരും വലിയ ടൗണായിട്ട് വിചാരിക്കണം കേട്ടോ, കൊച്ചു ടൗണാണ്. കണ്ടോ, അതേപോലെ നോക്കിയായിരുന്നു ദൂരെ മലനിരകളൊക്കെ കണ്ടോ. കാണ്ടൂസ് ഇത് റെയിൽവേ ട്രാക്കാണ്. ഇവിടെ ട്രെയിൻ ഇല്ല. ഇവിടെ നിന്ന് നമ്മുടെ കാണ്ടൂസ് ടൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് തന്നെ ഒരു മോട്ടലാണ്. പിന്നെ അങ്ങനെ ചെറിയ കൊച്ചു ഷോപ്പുകൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് മെയിൻ ടൗൺ കാണ്ടൂസിലെ. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, 5 മണിക്ക് ഷോപ്പുകളെല്ലാം അടച്ച് വിജനമായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഇനിയിപ്പോൾ അധികം മുന്നാണെങ്കിലും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് മെയിൻ ടൗൺ. പിന്നെ ഇത് പോസ്റ്റ് ഓഫീസ് റൈറ്റ് സൈഡിൽ. ഇനിയിപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറി, പാല്, ബ്രെഡ് അങ്ങനെയൊക്കെയുള്ളൊരു അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. പച്ചക്കറീസ് ഓൾമോസ്റ്റ് എല്ലാം കിട്ടും. അത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന IGA എന്നാണ് കിട്ടുന്നത്. ഈ IGAയിലാണ് നമ്മുടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം മേടിക്കുന്നത്. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് തീർന്നു, നമ്മുടെ ടൗൺ വിട്ടു. പിന്നെ അങ്ങോട്ട് വീടുകളാണ് കേട്ടോ. ശാന്തവും സുന്ദരവുമായ നമ്മുടെ ഞങ്ങൾ താമസിക്കുന്ന കൊച്ചു കാണ്ടൂസ് എന്ന അടിപൊളി അതിമനോഹരമായ ഞങ്ങളുടെ സ്ഥലം ഉണ്ടാവും.
പച്ച പിടിച്ച മലനിരകളോടുകൂടി അതിസുന്ദരമായി സന്തോഷമായ ഒരു ഹെവൻ തന്നെ എന്ന് പറയാം. അത്രയ്ക്ക് ഭംഗിയാണ്. പിന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ വലിയ വലിയ കാറുകളോ തിരക്കോ പൊടിയോ ഇതൊന്നുമില്ലാതെ സമാധാനം സുന്ദരമായ ഒരു പ്രദേശം. ഞാൻ മുന്നേ പറഞ്ഞില്ല, ഇവിടെ വരുമ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു ആളുമില്ല, അർത്ഥമില്ല, എങ്ങനെ ഇവിടെ ജീവിക്കും, ഇതൊക്കെയാണ് ചിന്ത. ഈ കാണുന്നതാണ് നമ്മുടെ RCയുടെ ഒരു പള്ളി കേട്ടോ. ഇംഗ്ലീഷാണെങ്കിലും അത്യാവശ്യം ഞങ്ങളൊക്കെ പോകുന്ന അവിടെയാണ്. ഇതേപോലെ കൊച്ചു വീട്. ഇവിടേക്ക് കൂടുതലും പ്രായമായ ഒരു അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ കാണും. മക്കളൊക്കെ ടൗണിലോട്ടൊക്കെ സിഡ്നിയിലോട്ടും മെൽബണിലോട്ടൊക്കെ മൂവ് ചെയ്ത് അവിടെയൊക്കെ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഇവിടെ പ്രായമായ അപ്പച്ചനും അമ്മച്ചിമാരും അവർ സുഖസുന്ദരമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. അങ്ങനെ റെയിൽസ്റ്റോൺ കാൻഡൂസിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഞാനിങ്ങനെ കാണിച്ചു. ഇനി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാണ്. ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീടാണ് നമ്മുടെ വീട്. അങ്ങനെ വീട്ടിലേക്ക് എത്തി. ഞങ്ങളുടെ വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്.